ഹലോ, ഞങ്ങളിത് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് AKTAയുടെ വാർഷികമാണ്. അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളവിടെ കറക്റ്റ് ടൈമിന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയറിൽ ഇരുന്ന് കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് ഞാനും ലല്ലുട്ടിനും അവിടെ നിന്നിട്ടും ജനലുമ തൂങ്ങിയിട്ടും ഒക്കെയാണ് കേട്ടോ കാര്യങ്ങൾ കേട്ടിരുന്നതും കണ്ടിരുന്നതും ഒക്കെ ഇത്രയ്ക്കും ഇരിക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഹാളിലെ ഫാനൊന്നും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല ചൂടായിരുന്നു. ലല്ലുട്ടൻ ഭയങ്കരമായിട്ട് കുറുമ്പ് കാണിച്ചിരുന്നു. എന്റെ ഊഴം കഴിഞ്ഞ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയും കുറെ നേരം നടന്നതിന് ശേഷം അവിടെ സൈഡാക്കി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഒരുവിധം കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ചായയും പപ്സും വന്നു. ഞാൻ ചായ അധികം കഴിക്കാറില്ല, പക്ഷെ പപ്സ് കഴിക്കുന്ന സമയത്ത് ഇനി തൊണ്ടയിൽ കൊടുക്കണ്ടല്ലോ വെച്ചിട്ട് കഴിച്ചതാണ്. നല്ല കടുപ്പുള്ള ചായയായിരുന്നു. ചായ ലവർ അല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയൊരു ഇഷ്ടം തോന്നിയില്ല. പപ്സ് കഴിച്ചു കഴിഞ്ഞിട്ട് കുടിക്കുന്ന സമയത്ത് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പപ്സ് കഴിക്കുന്ന സമയത്ത് നമ്മൾ എത്ര നോക്കിയിട്ടും കാര്യമില്ല, നമ്മുടെ മുഖത്തും ചുണ്ടിലൊക്കെ അതിന്റെ പൊടി പറ്റി പിടിച്ചിരിക്കുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ലല്ലൂട്ടിനുള്ളതല്ലേ നേരത്തെ പൊയ്ക്കോ എന്ന് അവര് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹാളിന്റെ തൊട്ടിപ്പുറത്താണ്. ഇതായിരുന്നു ഞാൻ പഠിച്ച അംഗനവാടി. ഇവിടെ ഒരു മൾബറിയുടെ മരം ഉണ്ട്. അതിപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. ചെറുതായിട്ട് കായകളും ഉണ്ടാവുന്നുണ്ട്. പിന്നെ നേരെ വണ്ടി കയറി കുറച്ച് ദൂരം എത്തിയപ്പോ ഇന്ന് RSSന്റെ എന്തോ 100ാമത്തെ വാർഷികം എന്തോ അങ്ങോട്ടാണ്. അപ്പൊ അവരുടെ ആ ഒരു പരിപാടി കാണാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കുറച്ചു നേരം നിന്നു. അവിടെ കുറെ നേരം കാത്തു നിന്നു. അപ്പോഴേക്കും മീറ്റിംഗ് കഴിഞ്ഞിട്ട് അമ്മയും മേമയും നടന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവരെത്തനോടുകൂടി തന്നെ ഈ റാലിയും വന്നിട്ടുണ്ടായി. അത്യാവശ്യം തോനെ ആൾക്കാരുണ്ടായിരുന്നു. ഞാനിത് സ്പീഡ് കൂട്ടിയിട്ടിട്ട് ഇത്രയും ടൈം ഉണ്ട്. അത്യാവശ്യം പേര് നടന്നുകൊണ്ട് അതിന്റെ നടുക്കിലായിട്ട് എന്തോ കൊടി പിടിച്ചിട്ട് പോയിരുന്നു. അതിലാണ് പൂക്കൾ ഇട്ടിരുന്നത്. എന്താണ് ഇതിനെ പറ്റിയുള്ള കറക്റ്റ് ആയിട്ടുള്ള ധാരണ എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഈ നടക്കുന്നതില് 2-3 പേര് എന്റെ കൂടെ പഠിച്ചവരുണ്ട് കേട്ടോ. ലല്ലുട്ടൻ ഇതെന്താ സംഭവം എന്നറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ റാലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അത്യാവശ്യം സമയം പുറത്ത് സ്പെൻഡ് ചെയ്തുകൊണ്ട് ലല്ലുട്ടൻ ആള് ഹാപ്പിയാണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.